ഇതാണ് എൻ്റെ പച്ച രാഷ്ട്രീയമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞൊക്കെ താത്വികമായിട്ടുള്ള വിശകലനമായിരുന്നു. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹേ ഭായ്. തീവ്രവാദികളുടെ കൊലപാതകം നടത്തിയല്ലോ നമ്മുടെ പഹൽഗാം ആക്രമണം. അത് മുതൽക്ക് ഇന്ന ദിവസം വരെ രാജ്യത്ത് തീവ്ര ദേശീയ വികാരം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് പരാജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പോലെ അവർ വെടിവെച്ച് വീഴ്ത്തി എന്ന് സംശയം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഇത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. CPM പോലെയുള്ള പാർട്ടികൾ പോലും വളരെ പക്വതയോടാണ് മിതത്വത്തോടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. CPM നേതാക്കളുടെ പ്രസ്താവനകൾ നോക്കുക, കോൺഗ്രസ് നേതാക്കളുടെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നോക്കുക. ഇത് തന്നെയാണ് പുൽവാമയിലും നേരത്തെ സംഭവിച്ചത്. ആ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സൈനികരെ കുരുതി കൊടുത്തു എന്നൊരു സ്റ്റാൻഡ് എടുത്തു. ബെസ്റ്റ്. അത് കഴിഞ്ഞ് ബാലാകോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ അങ്ങനെ പ്രത്യാക്രമണം നടത്തിയോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. അതിന് തെളിവ് ചോദിച്ചു. അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത്. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. അഭിനന്ദൻ വർദ്ധമാൻ എന്ന് പറഞ്ഞൊരു വൈമാനികനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അയാളെ ഉടനെ കിട്ടണം, അയാളെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു. ദിവ്യ സ്പന്ദന എന്ന് പറഞ്ഞൊരു സിനിമാ നടിക്കുണ്ടായിരുന്നു. ഈ സിനിമാ നടികളെയൊക്കെയാണ് പാർട്ടി വക്താക്കളായിട്ട് വെക്കുന്നത്. ആ വക്താവ് അതിശക്തമായിട്ട് പറഞ്ഞു എവിടെ അഭിനന്ദൻ വർദ്ധമാൻ. പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം അഭിനന്ദൻ വർദ്ധമാൻ തിരിച്ചു വന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആഫീസ് കൂട്ടിപ്പോയി. ഇങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് തോറ്റത്. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തോക്കുമായിരുന്നു, പക്ഷേ ഭയാനകമായ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. രാഹുൽ ഗാന്ധി തന്നെ അമേത്തിയിൽ തോക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യം അതായിരുന്നു. ഇത്തവണ അത് തന്നെ ആവർത്തിക്കുകയാണ്. പിന്നെ സമീപ ഭാവിയിലൊന്നും തെരഞ്ഞെടുപ്പില്ല എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും പറഞ്ഞത് ഇത് വലിയ സെക്യൂരിറ്റി ഫെയിലിയറാണ്, ഇൻ്റലിജൻസ് ഫെയിലിയറാണ് എന്നാണ്. അത് ആദ്യഘട്ടം. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തിരിച്ച് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് സെല്യൂട്ട് എന്ന് പറയും. ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വമില്ല. സൈന്യം സ്വന്തമായിട്ട് അവിടെ പോയി ആക്രമണം നടത്തി, പോട്ടെ സാരമില്ല അത്രയെങ്കിലും പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഈ യുദ്ധം നിർത്തിയപ്പോൾ ആരോട് ചോദിച്ചിട്ട് യുദ്ധം നിർത്തി? യുദ്ധം എന്തിനു വേണ്ടി നിർത്തി? യുദ്ധം തുടരാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കും. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ കൽപ്പാത കാലം വരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിൻ്റെ വിധി. അന്ന് ബുദ്ധിപരമായ അഭിപ്രായം പറഞ്ഞ് രണ്ടുപേരുള്ളൂ. ഒന്ന് P. ചിദംബരമാണ്. ചിദംബരം പറഞ്ഞു ഇത് വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ്, യുദ്ധം നിർത്തി. യുദ്ധം ഏറ്റുമുട്ടൽ അനന്തമായി തുടർന്നു പോകാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകും. ഇവർക്ക് ഈ വെറുതെ കൈയടിക്കുന്ന ആൾക്കാർക്ക് കൈയടിച്ചാൽ മതി, കൂവുന്ന ആൾക്കാർക്ക് കൂവിയാൽ മതി. പക്ഷേ പ്രശ്നം തീരണമല്ലോ. അപ്പോൾ ട്രംപ് ഇടപെട്ടിട്ടാണെങ്കിൽ ട്രംപ് ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ വാൻസ് ഇടപെട്ടിട്ടാണെങ്കിൽ വാൻസ് ഇടപെട്ടിട്ട് സംഗതി തീർന്നു. അതിൽ സമാധാനിക്കല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം യുദ്ധം നിർത്തിയതിൻ്റെ പുറകിലുള്ള താല്പര്യങ്ങൾ വ്യക്തമാക്കണം. ഈ വക കാര്യങ്ങളൊക്കെ എല്ലാവരും നോട്ടീസ് അടിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്യുക. തനിക്കെന്താ ഇക്കാര്യം? എങ്ങനെയെങ്കിലും ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന് കരുതിയ ഒരു രാജ്യത്തിന് യുദ്ധം പ്രഖ്യാപിക്കാനും ചില കാരണങ്ങളുണ്ടാവും, യുദ്ധം നിർത്താനും കാരണങ്ങളുണ്ടാവും. അതൊന്നും നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേറെ ആർക്കറിയില്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അറിയണ്ടേ? ശകലകലാവല്ലഭൻ. പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. ഇതുവരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാത്ത പാർട്ടികൾക്കാണെങ്കിൽ ചോദിക്കാം. കോൺഗ്രസ് ഈ രാജ്യം ഇത്ര കാലം ഭരിച്ച പാർട്ടിയല്ലേ? ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധിയൊക്കെ ഈ നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടാണ് യുദ്ധം പ്രഖ്യാപിച്ചത്, യുദ്ധം നിർത്തിയതും അല്ലല്ലോ. അങ്ങനെ സാധിക്കുകയില്ല. അതിനൊക്കെ വേറെ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇതറിയാവുന്നതുകൊണ്ടാണ് ചിദംബരം പറഞ്ഞത് അത് ബുദ്ധിപൂർവമായ തീരുമാനമാണ് യുദ്ധം നിർത്തിയത്. തരൂർ അത് തന്നെ പറഞ്ഞു. പിന്നെ തരൂരിന് ഇംഗ്ലീഷ് കുറച്ചുകൂടി ആർട്ടിക്കുലേറ്റ് ആയതുകൊണ്ട് വേറെ രീതിയിലായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രേ കാര്യമുള്ളൂ. ഈ സമയത്ത് കോൺഗ്രസ് എടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റാൻഡാണ് ഇവർ രണ്ടുപേരും എടുത്തത്. 100% ഞാൻ യോജിക്കുന്നു. അതിന് പകരം ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്. ചോദ്യം ചോദിക്കാനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലേ. ഈ സമയത്താണ് ചോദ്യം ചോദിക്കണത്. ഈ സമയത്ത് ചോദ്യം ചോദിച്ചാൽ എന്ത് പറ്റും? നാട്ടുകാർ മുഴുവനും സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയത്ത്, തീവ്ര ദേശാഭിമാനം ആളിക്കത്തുന്ന സമയത്ത് നമ്മുടെ വിമാനം എത്ര നഷ്ടപ്പെട്ടു എന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ വല്ലൊരു സംഭവിക്കുമോ? നമ്മുടെ ഒരു വിമാനം നഷ്ടപ്പെട്ടില്ല എന്ന് വിമാനം നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ അവനെ തകർത്തു തരിപ്പണമാക്കി, അവൻ്റെ പരിപ്പിളക്കി എന്ന വാർത്ത കേൾക്കാനാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട് യഥാർത്ഥത്തിൽ എത്ര തീവ്രവാദികൾ മരിച്ചു. നിങ്ങൾ പറയുന്ന അത്രയില്ല, അതിനേക്കാൾ പകുതി പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ വിചാരത്തിൽ തെറ്റുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം, രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ്? ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. പച്ച രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇത് തരൂർ പറഞ്ഞ അഭിപ്രായമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല, വെറും രാഷ്ട്രീയം. ഈ സമയത്ത് ഇത് പോയി ചിലവാകുമോ? 1971 യുദ്ധം ജയിച്ചു വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയോട് ഈ യുദ്ധത്തിൽ
നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊരു ചോദ്യം ന്യായമായ ചോദ്യമാണ്. കാരണം ബംഗ്ലാദേശ് യുദ്ധത്തിൽ നമ്മൾ ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിലുണ്ടായ ആൾനാശം അതിഭയങ്കരമായിരുന്നു. അത് ശരിക്കും അഭിസംബോധന ചെയ്യപ്പെടാതെ പോയൊരു വിഷയമാണ്. കാരണം യുദ്ധം വളരെ പെട്ടെന്ന് ജയിക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകളെ അവിടെ കുരുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. അത്ര ഭയങ്കരമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ നമ്മൾ ചെയ്ത യുദ്ധം. അതുകൊണ്ടാണ് 12-ാം ദിവസം ഡാക്ക കീഴടങ്ങിയത്. അല്ലാണ്ട് വെറുതെ ഒന്നും കീഴടങ്ങില്ല. അത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇപ്പം ഇത്ര ആൾ കൊല്ലപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇതിൻ്റെ പകുതി ആളെ വെച്ച് നമുക്ക് സാമ്പ്രദായികമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചാൽ പോരായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ആ ചോദ്യത്തിനൊന്നും ഇതിൽ യാതൊരു പ്രസക്തിയില്ല. കാരണം ഇത് യുദ്ധമാണ്, ഏറ്റുമുട്ടലാണ്, പട്ടാളമാണ്. മനസ്സിലായില്ലേ? അതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നമ്മൾ മനാക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ മരിച്ചു. ഇപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ആൾനാശം കുറയ്ക്കാമായിരുന്നു. പക്ഷേ റിസൾട്ട് ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അന്ന് പക്ഷേ ആരും വിവരാവകാശ നിയമമായിട്ട് പോയില്ല. അന്ന് വിവരാവകാശ നിയമം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാർ ജോർജ് ഫെർണാണ്ടസ് ആണെങ്കിലും അടൽ ബിഹാരി വാജ്പേയി ആണെങ്കിലും മൊറാർജി ദേശായി ആണെങ്കിലും ഒക്കെ വിവേകമതികളായിരുന്നു, പക്വമതികളായിരുന്നു. അവർക്കറിയാം ഇതെന്താണ് രാജ്യം, എന്താണ് യുദ്ധം, എന്താണ് ഇതിൻ്റെ നടപടിക്രമം എന്നറിയാവുന്നതുകൊണ്ടാണ്. അതിന് പകരം ഈ വക പിത്തലാട്ടം കൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കും. ഈ KC വേണുഗോപാലും മറ്റുമൊക്കെയാണ് ഈ പാർട്ടി നശിപ്പിക്കുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇതുപോലെ യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ബുദ്ധിശൂന്യമായ രീതിയിലുള്ള മണ്ടത്തരങ്ങൾ ഉന്നയിച്ച് ആളുകളെ വെറുപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടില്ല. പുള്ളിക്ക് മനസ്സിലാകുകയുമില്ല. പുള്ളി ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ മുത്തച്ഛൻ്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പച്ച രാഷ്ട്രീയമാണ് ഈ പറഞ്ഞത്. ഈ സമയത്ത് ഇത് ഉന്നയിച്ച വല്ല രക്ഷ കിട്ടുമോ? ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നു, ഞങ്ങൾ സൈനിക നടപടിക്ക് പരിപൂർണമായി പിന്തുണ നൽകുന്നു, ഞങ്ങൾ സമാധാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇവരോടുള്ള എതിർപ്പ് താരതമ്യേന കുറയും. മാത്രമല്ല ശത്രു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം തകർക്കാൻ മതപരമായി ഭിന്നിപ്പിക്കാനൊക്കെയുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് രാജ്യത്തിനെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രമേ ഉള്ളൂ, രാഷ്ട്രീയമില്ല എന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും എല്ലാ പാർട്ടികളും ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100% ഞാൻ യോജിക്കുന്നു. ഇതിലൊരു കാര്യം, സൈന്യത്തിനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, സൈന്യം ആദ്യം തന്നെ നടത്തുന്ന പത്രസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ അടക്കം തെളിവ് മുന്നോട്ട് വെച്ച് പറഞ്ഞതുകൊണ്ടാണ് ആ ചോദ്യം ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലാതായത്. മുമ്പ് സൈന്യത്തിനെ ഇതേപോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ സൈന്യം തന്നെയാണ് പറഞ്ഞത് എന്ന് വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. അതൊരു കാര്യം. രണ്ട്, ഈ കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനും മധ്യസ്ഥവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നമ്മളതിന്റെ ഒരു സീക്വൻസ് ഓഫ് ഈവൻസ് ഒന്ന് നോക്കും. പാകിസ്ഥാനിൽ നിന്ന് ഹോട്ട്ലൈൻ വഴി വെടിനിർത്തലിന്റെ അഭ്യർത്ഥന ഇങ്ങോട്ടുണ്ടായി എന്ന് ആദ്യം വിശദീകരിച്ചിരിക്കുന്നത് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിനെ കോൺഗ്രസിന് വിശ്വാസമില്ല. രണ്ട്, പിന്നീട് ആ പ്രോസസ് അടുത്ത ദിവസം വിശദീകരിച്ചത് നമ്മുടെ DG മിലിറ്ററി ഓപ്പറേഷൻസ് ആണ്. അദ്ദേഹത്തിനെ കോൺഗ്രസിന് വിശ്വാസമില്ല, ഒരു ഉന്നത സൈനികൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതിപക്ഷം മറുപടി തേടുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, അതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് മോദിയുടെ അഭിപ്രായം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അഭിപ്രായമാണ് ഈ വ്യക്തികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ കോൺഗ്രസിന്റെ അഭിപ്രായമല്ല ശശി തരൂർ പറയുന്നത്, അദ്ദേഹത്തിൻ്റെത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്നതുപോലെ നരേന്ദ്രമോദിയുടെയോ ഇന്ത്യൻ ഗവൺമെന്റിന്റെയോ അഭിപ്രായമല്ലാതെ രാജീവ് മിശ്രയും രാജീവ് ഖായും പിന്നെ രൺധീർ ജയ്സ്വാളും സ്വന്തം നിലയ്ക്ക് അഭിപ്രായം വ്യക്തിപരമായി പറഞ്ഞു എന്നാണോ നമ്മൾ കരുതുന്നത്? എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്റ്റേറ്റഡ് പൊസിഷനാണ്. എന്നിട്ടും ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരോടാണ് തരൂർ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ക്രെഡിറ്റ് അടിക്കാൻ നോക്കുകയാണ്. നമ്മൾ വിശ്വസിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിനെ അല്ല, നമ്മുടെ സൈന്യത്തിനെയും സർക്കാരിനെയുമാണ് എന്ന് തരൂർ പറയുന്നത് വ്യത്യസ്തമാകുന്നത് അവിടെ.